റഫാൽ യുദ്ധവിമാനങ്ങൾ 144 ഇന്ത്യ വാങ്ങിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പിന്നാക്കം പോകുന്നുണ്ടോ? എന്താണ് അതിനുള്ള കാരണം? പിന്നാക്കം എന്ന് പറയുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് കേസിൽ മിനിസ്ട്രിക്ക് താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് ആദ്യം നമുക്ക് വന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻഡിജിനൈസേഷൻ കോമ്പണന്റ് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് 75% ഇന്ത്യയിൽ നിർമ്മിക്കണമെന്നും ഇന്ത്യയിൽ അതിൻ്റെ നിർമ്മാണ ഫാക്ടറി ഉണ്ടാവണമെന്നൊക്കെയാണ് ഗവൺമെൻറ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വിമാനങ്ങൾ തന്നെ ഖത്തറിനും UAE-ക്കും കൂടെ കൊടുക്കാൻ ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ അവനാഴിയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധങ്ങളും മാനസികമായിട്ട് സൈക്കോളജിക്കലായിട്ട് നമുക്ക് മറ്റ് ശക്തികളിൽ നിന്നും നമ്മളെ എതിരാളികളിൽ നിന്നും നമുക്കുള്ള ഒരു മേൽക്കൈ ഉള്ള ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മളെ റഫാൽ. ഇതിനകത്ത് ഇപ്പോൾ വരുന്ന ഒരു വിഷയം, നമുക്ക് തന്നിക്കുന്ന അതേ വെർഷനാണ് അവരിപ്പോൾ ഖത്തറിന് കൊടുക്കുകയാണെങ്കിൽ UAE-ക്ക് അവർക്ക് വലിയ വിഷയമില്ല. പക്ഷേ ഖത്തറിന് അത് കൊടുക്കുമ്പോഴത്തേക്ക് ഖത്തർ അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ മറ്റു കാര്യങ്ങളും പാകിസ്ഥാനും കൊടുക്കില്ല എന്ന് ഉറപ്പില്ല. മാത്രമല്ല ഇത് ഖത്തറിന് പാകിസ്ഥാനും പിന്നെ തുർക്കിയുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. ഇത് നമ്മളാരും പറയുന്നതല്ല. ഒരിക്കൽ ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെ തുർക്കിയെ ഖത്തറിനെ ഒരിക്കൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമേയമൊക്കെ ഒരിക്കൽ അവതരിപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ ഭീകരവാദ ബന്ധങ്ങളിൽ, ഭീകരവാദ രാഷ്ട്രങ്ങളിൽ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതികളിൽ ഖത്തറിനുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ വിമാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയ വ്യോമ സുരക്ഷയ്ക്ക് വലിയ ത്രട്ടൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ഖത്തർ. പൊതുവെ ഇടയ്ക്കൊരടി കിട്ടി ഇസ്രായേലിൻ്റെ നിന്ന്. അത് ഇസ്രായേൽ എന്തുകൊണ്ട് അടിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് വ്യോമ സുരക്ഷയെ കരുതിയിട്ടായിരിക്കില്ല അവർ വാങ്ങിക്കുന്നത് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ള ഒരു ധാരണ ഇന്ത്യക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി കൺസേൺസ് വലുതാണ്. അതായത് നമ്മൾ ഇത്രയും 1000 കോടി രൂപ ചിലവാക്കി നമ്മളിത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതേ സാധനമായിട്ട് പാകിസ്ഥാൻ നാളെ നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു യുദ്ധ രംഗത്ത് നമുക്കൊരു വലിയ തിരിച്ചടിയായിരിക്കും. മാത്രമല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാര്യം ചില മിസൈൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്, ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇതേ വെർഷൻ ഇവർ മറ്റവർക്കും കൊടുത്തു കഴിഞ്ഞാൽ, ഖത്തറിനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിമാനം കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മേൽക്കൈ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതായിരിക്കണം ഇത് പുറകോട്ട് അടിക്കാനുള്ള സാധ്യത എന്നാണ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മിനിസ്ട്രി, ഇപ്പം നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് ഇതിന് മടക്കി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ അതിനെന്തായാലും അത്ര തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അതെ, ആ കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത് താങ്കൾ ഈ പറയുന്ന പോലെ ഖത്തറിന് മാത്രം കൊടുക്കുന്നത് കൊണ്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ തുർക്കിക്ക് ലഭിക്കുകയാണെങ്കിൽ തുർക്കിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. പക്ഷേ ഇതല്ലാതെ ഈ റഫാൽ എന്ന് പറയപ്പെടുന്ന യുദ്ധവിമാനം, ഈ റഫാൽ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്നത് എന്തൊക്കെയായിരിക്കും? അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ നമുക്ക് തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്? നമുക്ക് ഇത് പിന്നെ പല ഇസ്രായേലി വെപ്പൺസുമായിട്ട്, നമ്മുടെ ഉള്ള വെപ്പൺസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ ഉള്ള ഒരു സാധനമാണ് റഫാൽ. അപ്പോൾ ഇതിൽ നമ്മൾ അയൽക്കാർക്ക് ആർക്കും ഇതില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ മേൽക്കൈ. ചൈനയുടെ കയ്യിലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കയ്യിലോ ഒന്നും ഇതിൻ്റെ വെർഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റഫാലുമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് മറ്റു രാജ്യങ്ങൾ ചെറുതായിട്ടൊന്ന് വിറയ്ക്കും. ആ ഒരു വിറപ്പാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ. യഥാർത്ഥ ഹീറോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫാൽ തന്നെയായിരുന്നു. റഫാലും സുഖോയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും റഫാലിന് ഉണ്ടായിരുന്നൊരു മേൽക്കൈ വളരെ കൂടുതലാണ്. ഇന്ത്യക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഫാൽ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ മാത്രമല്ല, നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന ആംക ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയും ഫ്രാൻസുമായിട്ട് കുറച്ചുകൂടെ വളരെ അടുത്തു പോകുന്ന, അത് റഷ്യയോടുള്ളതുപോലുള്ള ഒരു ബന്ധം നമ്മൾ ഫ്രാൻസുമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. ഇപ്പം റഷ്യ ആൾറെഡി പല ഉപരോധങ്ങളിലും പെട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ അടുത്ത വർഷങ്ങളിൽ വരുന്ന ഒരു 10-25 വർഷങ്ങളിൽ നമ്മൾ ഫ്രാൻസുമായിട്ടുള്ള ബന്ധങ്ങൾ
മെച്ചപ്പെടുത്തി വരണമെന്നുള്ളതാണ് ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയുടെ താല്പര്യവും പ്രതീക്ഷയും. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഇവർ ഖത്തർ പോലുള്ള രാജ്യങ്ങളുമായിട്ട്, ഭീകരവാദ രാഷ്ട്രങ്ങളുമായിട്ട് യോജിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഈ ടെക്നോളജി കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെ ഒന്ന് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഈ 144 വിമാനങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ തന്നെ പിന്നെ മറൈൻ വെർഷൻ വേറെയും 15-18 ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രാൻസിന് കിട്ടുന്ന വലിയൊരു ഓർഡർ ഇല്ലാതാകാൻ മാത്രമേ, ആൾറെഡി ഇവരിൽ ഈ വിമാനങ്ങളുണ്ട്. ഖത്തറിൻ്റെ റഫാൽ വിമാനങ്ങൾ അവർ 2015 ഒരു കരാർ ഒപ്പിട്ട് 36 വിമാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ശേഷി കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ രാജ്യങ്ങളുടെ താല്പര്യത്തിനെതിരായിട്ട് പ്രയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക്. കാര്യം ഒരു യുദ്ധത്തിൽ നമ്മളെപ്പോഴും ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തു നിന്നായിരിക്കും വരുന്നത്. കഴിഞ്ഞ യുദ്ധത്തിൽ തന്നെ നമ്മൾ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖത്തറിൻ്റെ, അത് നമ്മുടെ തുർക്കിയുടെ ഇടപാടായിരുന്നു. തുർക്കി പെട്ടെന്ന് ഡ്രോൺസും മറ്റു കാര്യങ്ങളും കൊടുത്ത് പാകിസ്ഥാനെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ അപ്രതീക്ഷിതമായിട്ട് ഖത്തറിൽ നിന്ന് ഒരു സഹായം വരികയാണെങ്കിൽ, അടുത്ത ഓപ്പറേഷനിൽ വരികയാണെങ്കിൽ ഇന്ത്യക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അതായത് ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ എന്തായിരുന്നാലും പാകിസ്ഥാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പ്രകോപനപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണോ ഖത്തർ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര കരാർ ഫ്രാൻസുമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഖത്തറിന് എത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനങ്ങളുടെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സൗദിയും പാകിസ്ഥാനുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടു. പരസ്പരം ആക്രമിക്കുകയാണെങ്കിൽ പരസ്പരം അവരെ ആക്രമിക്കുന്നവരെ അവർ തിരിച്ചാക്രമിക്കുന്ന ഒരു കരാർ ഒപ്പിട്ടു. അതേപോലെ ഖത്തറുമായിട്ട് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം 2 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരും. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനേക്കാളും ഖത്തറിന് പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. മാത്രമല്ല ഇതിൻ്റെ കൂടെ തുർക്കിയും ഖത്തറുമായിട്ടുള്ള ബന്ധവും ഇന്ത്യക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയും ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഭീകര രാഷ്ട്രമാണ്. അപ്പം ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു, പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ആയുധം കൊടുക്കുകയും ഇതിനകത്തുള്ള ടെക്നോളജിയും മറ്റ് സീക്രട്സും കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഓപ്പറേഷൻസിനെ ബാധിക്കുമെന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. ഈ ഇപ്പോൾ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കപ്പെടുമ്പോൾ അത് ഇന്ത്യയുടെ മാത്രം വേർഷൻസ് ആയിരിക്കും അല്ലേ? ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിക്കുന്നതായിരിക്കുമല്ലോ, അതോ എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുന്ന ഒരേ? അല്ല, ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ ജനറലായിട്ടാണ് അവർ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ് നമ്മൾ പറയാം, ആ മോഡിഫിക്കേഷൻ ചെയ്തായിരിക്കും നമുക്ക് തരുന്നത്. പക്ഷേ ഇതേ മോഡിഫിക്കേഷൻ അവർ മറ്റൊരാൾക്കും കൂടെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന മോഡിഫിക്കേഷന് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. കാര്യം ഇസ്രായേൽ അങ്ങനെ അല്ല, ഇത് ഈ കരാറുകൾ ഒപ്പിടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മോഡിഫിക്കേഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ളൊരു ആ ഒരു നോംസ് കൂടെ ഉണ്ട് വരേണ്ടത്. പക്ഷേ ഭീകരവാദികൾക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. അല്ല, ഫ്രാൻസ് അപ്പോൾ അതിന് സഹായിക്കുമെന്ന് തോന്നുന്നു. ഫ്രാൻസ് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന് അങ്ങനെ ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഇന്ത്യക്ക് ആ സംശയം ഉണ്ടാകുന്നത്. കാര്യം ഇവര് ഖത്തർ, UAE എന്ന് പറയുന്ന സോഫ്റ്റ് ടാർഗറ്റുകൾ വെച്ചിട്ട് തുർക്കിയും പാകിസ്ഥാനും ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്കൊരു സംശയം വരും. കാര്യം ഇവർ നാറ്റോയിലുള്ള ഒരു രാജ്യമാണ്. തുർക്കി എന്ന് പറയുന്നത് നാറ്റോയിലുള്ള ഒരു രാജ്യമാണ്, യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ അവരുമായിട്ട് പലരും ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യ തുർക്കിയുമായിട്ടുള്ള ബന്ധങ്ങൾ കംപ്ലീറ്റ് പ്രധാനമായിട്ടും വിച്ഛേദിച്ചിട്ടുണ്ട്. നയതന്ത്ര ബന്ധങ്ങളുണ്ടെന്നുള്ളത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രേഡ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ചും ഈ എയറോനോട്ടിക്സ് മേഖലയിൽ ഒരുപാട് എക്യുപ്മെന്റ്സും കോമ്പണൻസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം വരുന്നത് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം യൂറോപ്യൻ യൂണിയനിലും നാറ്റോയിലുമുള്ള അവർക്കുള്ള അംഗത്വം അവർക്കതൊരു പ്രിവിലേജാണ്. അത് ഉപയോഗിച്ചിട്ട് മാത്രമല്ല, ഇതിനകത്ത് ഇനി വേറൊരു ആംഗിൾ കൂടെ ഉണ്ട്. കാര്യം ഇന്ത്യക്കുള്ള ഈ എക്യുപ്മെന്റ്സിൻ്റെ കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ഇസ്രായേൽ തരുന്ന അമ്യുണേഷൻസിന് വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് വേണ്ടപ്പെട്ട മിസൈൽസും മറ്റു കാര്യങ്ങളെല്ലാം തരുന്നത്, സെൻസേഴ്സ്, മിസൈൽസ് ഒക്കെ തരുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിനും ഇക്കാര്യത്തിൽ റിസർവേഷൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരു സാധ്യത കൂടെ അതിനകത്ത്, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. കാര്യം ഇസ്രായേലും ഖത്തറും തമ്മിൽ നല്ല റിലേഷനിലല്ലല്ലോ. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മളെ പലസ്തീൻ പ്രശ്നമായിട്ടൊക്കെ നമ്മൾ ദൂരെ കൂട്ടിയൊക്കെ അല്ല, ഇത് എല്ലാ വിഷയങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം പാകിസ്ഥാനുമായിട്ട് വരുന്ന വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഖത്തർ സഹായിക്കും. അതുകൊണ്ടാണ് ഇത്രയും അല്ലെ, UAE സഹായിക്കും. അതുപോലെ തന്നെ തുർക്കിക്ക് ഏതെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അവരെയും സഹായിക്കേണ്ടതുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഹമാസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും ഇത് ഉപയോഗിക്കപ്പെടാം. അപ്പൊ ഖത്തറിന് ആ ഇസ്രായേലുമായിട്ടുള്ള ഒരു അകലം ഉള്ളതുകൊണ്ട് തന്നെ ഹമാസിനെ സഹായിക്കുന്ന തരത്തിലേക്ക് എത്താനുള്ള സാധ്യത. നമ്മൾ ഊഹാപോഹങ്ങൾ പടർത്താൻ നമുക്ക് താല്പര്യമില്ല. പക്ഷേ ഈ ഊഹാപോഹങ്ങളെല്ലാം അന്തരീക്ഷത്തിലുണ്ട്.
കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമല്ലേ, കാരണം ഇപ്പൊ തന്നെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആണവായുധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റഫാൽ പോലുള്ള യുദ്ധവിമാനങ്ങൾ അവർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ച ഒരു സാഹചര്യമാണത്. റഫാൽ ഉപയോഗിച്ച് കഴിഞ്ഞ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച സാഹചര്യമാണ്. ഇനി വരുന്ന മേഖലയിലും അതുണ്ടായിരിക്കും. കാരണം ഇന്ത്യയിലെ ഈ എയർഫോഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശക്തമായിട്ട് നിരീക്ഷിക്കുകയും ആ നിരീക്ഷണങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇവരുടെ മോഡിഫിക്കേഷൻ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൊടുക്കുന്നത് ശരിയാണോ? എയർഫോഴ്സ് അതിന്റെ ടെക്നിക്കാലിറ്റി മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൂടെ എടുക്കേണ്ട ബാധ്യതയുള്ള ഒരു ഗവൺമെന്റാണ്. അപ്പം അല്ല, ഞാൻ പറഞ്ഞത് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയപ്പെടുന്നതിലെ ബുദ്ധിമാനമായിട്ടുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവരെന്തായാലും വളരെ ഷാർപ്പായിട്ട് തീരുമാനിക്കില്ല ഇന്ന കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വേണം. റഫാൽ യുദ്ധവിമാനത്തിനകത്ത് അവർ ജനറലി ഉണ്ടാക്കുന്ന അല്ലാതെ നമുക്ക് വേണ്ട ചില സാധനങ്ങൾ, ആ സാധനങ്ങൾ ഇവർക്ക് മറ്റൊരാൾക്ക് കൂടെ ചോർത്തി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കുന്ന വിമാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. റഷ്യ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്ലാന്റ് നിർമ്മിച്ച് ഇന്ത്യയിലെ വിമാനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റഷ്യ വേറൊരു സൈഡിൽ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രാൻസിൽ നിന്ന് നമുക്ക് കൂടുതൽ ആവശ്യമുള്ള എൻജിൻസാണ്. റഷ്യ നമുക്ക് തരാത്തത് എൻജിൻസാണ്. പക്ഷേ ആ എൻജിൻസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് പോകുന്നതായിരിക്കും താല്പര്യം. അതുകൊണ്ട് നമുക്ക് വിമാനങ്ങൾ അത്യാവശ്യമാണ്, സ്ക്വാഡ്രൺസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇത് നയപരമായിട്ടുള്ള തീരുമാനമാണ്. അത് ഗവൺമെൻറ് വളരെ ബുദ്ധിപൂർവമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.